ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾക്ക് കുറച്ച് സാധനങ്ങൾ കാണിച്ചു കേട്ടോ. ഇതുണ്ടല്ലേ, കുറച്ച് ഐറ്റംസ് രാവിലെ തന്നെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ എവിടെ നിന്നാണ് എങ്ങനെയാണ് വാങ്ങിയത് എന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതൊന്നും വാങ്ങിയത് പൈസ കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ അയാൾ വെറുതെ തന്നതാണോ എന്ന് ചോദിക്കരുത്. ഒരാൾ നമ്മുടെ വീട്ടിൻ്റെ അതിനെ ഒരു കൂടയിൽ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഡെയിലി ഞാൻ 20 കൊല്ലത്തോളമായി ഞാൻ കാണാൻ തുടങ്ങിയിട്ട്. ചെറിയൊരു പയ്യനായിരുന്നു, അതിപ്പോൾ വലിയ ഒരാളായി കുറേ കാലങ്ങൾക്ക് ശേഷം. അപ്പോൾ അയാളിപ്പോൾ സ്ഥിരമായിട്ട് ഇപ്പോഴും വരുന്നുണ്ട്. തമിഴാണ് പറയൽ. അപ്പോൾ ഏറ്റിട്ട് വരുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ വന്നിട്ടുണ്ട്. നമ്മുടെ ഇക്കാക്കയാണ് വാങ്ങിക്കോളാൻ പറയണത്. ഏതാ വേണ്ടിച്ചാലൊക്കെ സെലക്ട് ചെയ്യാനൊക്കെ പറയണത് കേട്ടോ. നമ്മളിങ്ങനെ ഇത് ആഴ്ചക്ക് ഇയാൾ വരും. അപ്പോൾ വാങ്ങിയിട്ട് നമ്മുടെ അവിടെ അങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ ഒരുപാടുണ്ട്. പിന്നെ അങ്ങനെ ഒന്നും വേണ്ടാന്നുള്ള തീരുമാനത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ മുടി കുത്തണതൊക്കെ കണ്ടത്, ഫാൻസി ഐറ്റം. അപ്പോൾ പിന്നെ റിയാക്കൊരു ഫാൻസി ക്രാബ് വേണോയെന്ന് ചോദിച്ചിട്ട് അവളുടെ അടുത്ത് ചോദിച്ചപ്പോൾ സ്കൂളിൽ പോകാൻ നിൽക്കുക. അപ്പോൾ എന്നാൽ ശരി അങ്ങനെ അതെടുത്താലോ എന്ന് വെച്ചിട്ട് അതൊന്നും എടുക്കാമെന്ന് പറഞ്ഞിട്ടിരുന്നതാണ്. അപ്പോൾ അതിൽ വേറെ സാധനങ്ങൾ കണ്ടു കേട്ടോ. മുടിമടുന്ന ഒരുപാട് ഐറ്റം ഉണ്ട്, 2-3 ഐറ്റം മുടിമടുന്നുണ്ട്. പിന്നെ ഈ ടിക് സ്ലൈഡുകൾ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ റിയാക്കൊരു ക്രാബ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ തിരയണത്. അപ്പോൾ ഇതാണ് അതിൽ ഉള്ള വലിപ്പമുള്ള ക്രാബ്. ഇപ്പോൾ അതുള്ളൂ, ബാക്കിയൊക്കെ ചെറിയ ക്രാബുകളാണ് കേട്ടോ. അപ്പോൾ അതിന്നൊരു ക്രാബ് എടുത്തു. അപ്പോൾ റിയ വന്നിട്ട് നോക്കുന്നുണ്ട്, ചെറുത് മതി, ചെറുത് വാങ്ങിയിട്ട് കാര്യമില്ല, അവളുടെ മുടിമൽ ഇടണമെങ്കിൽ അത് വലുത് വേണം. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് വേറെ ഇങ്ങനെ അങ്ങ് നോക്കണ്ട്. നമ്മൾക്ക് പൊതുവേ പെണ്ണുങ്ങളല്ലേ, സംഭവങ്ങളൊക്കെ കണ്ടു പറഞ്ഞ് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമല്ലോ. കാണാനും ഒരു രസമാണ്. അതിങ്ങനെ ഓരോന്നിങ്ങനെ വില ചോദിച്ചിട്ടിങ്ങനെ വെക്കുമ്പോൾ അതിനും ഒരു സുഖമുണ്ട് വാങ്ങിയിട്ടില്ലെങ്കിലും. അപ്പോഴാണ് മുടി പിന്നെ ഉണ്ട് തന്നെ ഈ ടിക് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, സ്ലൈഡ്. അതിവിടെ എത്ര വാങ്ങിയാലും തികയില്ല കേട്ടോ. കുറച്ചായിട്ടുള്ള ഒരു അട്ട വാങ്ങിയിട്ട് വീണ്ടും നമ്മളത് ഒരട്ട എടുത്തു. അപ്പോൾ അവർ പറയണത് 30 രൂപ എന്നാണ്. പിന്നെ ഞാൻ 20 രൂപയ്ക്ക് തരുമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ നമുക്കത് 20 രൂപയ്ക്ക് തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലുള്ളതൊക്കെ കളറുകളാണ്, എനിക്കിഷ്ടമല്ല കളറുകൾ. അപ്പോൾ നമ്മൾ ബ്ലാക്ക് തന്നെയാണ് വാങ്ങിയത്. വെറുതെ എന്നാലും ഒന്ന് എല്ലാതും പാടെ ഒന്ന് തിരഞ്ഞു നോക്കി. ആദ്യം എടുത്തത് തന്നെയാണ് എടുത്തതും. പിന്നെ ഇങ്ങനെ ഓരോന്ന് നോക്കി. ഇങ്ങനത്തെ ബോട്ടിലുകളൊക്കെ നമ്മൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഓരോ സാധനങ്ങളിട്ടൊക്കെ ഓരോന്ന് വാങ്ങിയിട്ട് അവിടെ ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ അതിന് നോക്കന്നെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കുപ്പമുറം വാങ്ങാമെന്ന്. ഇത് സംഭവം നല്ല വിലയുണ്ട്, നല്ല പ്ലാസ്റ്റിക്കാണ്. പക്ഷെ ചെറുതായിപ്പോയി. നല്ല ചെറുതുമല്ല എന്നാൽ നല്ല വലുതുമല്ല, ഒരു മീഡിയം. പക്ഷെ അതിനെക്കാട്ടിലും കുറച്ച് വലുതാണ്. വേണ്ടത് കണ്ട് അത് അവിടെ തന്നെ വെച്ചു. അപ്പോഴാണ് കുട്ടികൾക്ക് മേക്കപ്പ് സെറ്റൊക്കെ ഇടാൻ പറ്റിയ ഒരു കൂട കണ്ടത് കേട്ടോ. അപ്പോൾ അത് നോക്കിയപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ കുപ്പമുറം വേറെ കണ്ടു. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ട് വേറെ എടുത്തു. ഞാനിങ്ങനെ ഒപ്പം ഉണ്ടോയെന്ന് നോക്കിയതാട്ടോ. അയാൾ ചോദിക്കുന്നുണ്ട് ഇതിനെക്കാട്ടും വലുതാണ് അത് മതിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇത് വിട്ടിട്ട് വേറെ വാങ്ങാനും തോന്നണില്ല. പക്ഷെ നമ്മുടെ ഇക്കാക്ക നിർബന്ധിച്ചു, ചെറുത് വേണ്ട വലുത് വാങ്ങിക്കോളാൻ. അപ്പോൾ അങ്ങനെ അത് നമ്മളെടുത്തു കേട്ടോ. കണ്ടില്ലേ, മേക്കപ്പ് സെറ്റുകളൊക്കെ കുട്ടികളുടെ വള മാല അങ്ങനെ എല്ലാം പാടെ ഇട്ട് വെക്കാൻ പറ്റിയ ഒരു 2 പിടിയൊക്കെ ഉള്ളൊരു കൂടാട്ടോ. നല്ല രസമുണ്ട് കാണാൻ.
ഞാൻ വിചാരിച്ചു വെറുതെ വാങ്ങിയിട്ട് ഇവിടെ വെച്ചിട്ട് കാര്യമില്ല. എന്തായാലും നമ്മുടെ റിയ ജനലുമ്മേ സെൽഫമ്മേ സ്റ്റൂളുമ്മേ പറഞ്ഞ പോലെ എവിടെ കിട്ടിച്ച് അവിടെയൊക്കെ വെച്ചിട്ട് പോണ ആളാണ്. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു. എനിക്ക് ഈ മുറം എടുക്കണം എന്നുള്ള ഒരൊറ്റ നിർബന്ധത്തിൽ ഞാനത് എടുത്തു. അപ്പോൾ നമ്മുടെ ഇക്കാക്ക വീണ്ടും 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 അത് തന്നെ പറഞ്ഞു, അത് വേണ്ട ഇത് മതിയെന്ന്. അങ്ങനെ നമ്മുടെ ഇക്കാക്ക പറഞ്ഞതാണ് എടുത്തേക്കണത് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ എന്താണ് വില, നമ്മൾ അയാൾ പറയുന്ന വിലയൊന്നും 2 രൂപ കുറക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുകയാണ്. അത് കേരളത്തിലൊരു പൊതുവേ ഉള്ളൊരു സംഭവമാണ് കേട്ടോ. പക്ഷേ എല്ലാം കൂടെ വാങ്ങിയാൽ നമ്മുടെ ഇക്കാക്ക അയാൾ പറഞ്ഞ പൈസ തന്നെ കൊടുക്കും, കമ്മിയാക്കില്ല. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇക്കാക്ക അങ്ങനെ ഒരു ബിസിനസ്സുകാരനാണല്ലോ, അതുകൊണ്ടാണ്. പക്ഷെ ഞാൻ എന്നാലും ഒരു 5 രൂപ 10 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് തർക്കിച്ചിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ക്രാബൊക്കെ വാങ്ങിയിട്ട് നമ്മുടെ റിയ തലയൊക്കെ കെട്ടിയിട്ട് സ്കൂളിൽ പോകാൻ നിൽക്കുകയാണ്. പിന്നെ എനിക്ക് പറ്റിയത് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഇങ്ങനെ നോക്കിയിട്ടിരുന്നു. പിന്നെ വേണ്ടാന്ന് വെച്ചു. അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളെടുത്തു അയാളുടെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആദ്യം തന്നെ പൈസ കൊടുത്തിട്ടല്ല വാങ്ങിച്ചത് എന്ന്. അപ്പോൾ അതെങ്ങനെ വാങ്ങിച്ചതാണെന്ന് ഞാൻ പറയാം കേട്ടോ. നമ്മുടെ ഇക്കാക്ക ആക്രയ്ക്ക് പോകുമ്പോൾ പഴയ മൊബൈല്, അതേപോലെ ഗോൾഡ് കവറിങ്ങിൻ്റെ വള മാല അങ്ങനെയൊക്കെ കൊണ്ടുവരുമല്ലോ. അപ്പോൾ അതൊക്കെ കൊടുത്താൽ ഇയാൾ എടുക്കും. പക്ഷേ ഗോൾഡ് കവറിങ് വളയും മാലയൊന്നും നമ്മൾ കൊടുത്തില്ല. നമ്മൾ 5 മൊബൈൽ ഫോൺ കൊടുത്ത് 250 രൂപ അയാൾ ബില്ല് പറഞ്ഞു. അപ്പോൾ ആ 250 രൂപയ്ക്കുള്ള സാധനങ്ങൾ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നോക്കിയതാ കേട്ടോ. ഇതൊക്കെ പണ്ട് സ്കൂളിൽ പോകുമ്പോൾ വാങ്ങിയിട്ട് എത്ര ഇട്ടിട്ടുണ്ടറിയോ? നമുക്കൊക്കെ ആദ്യം ഏറ്റവും വില കുറഞ്ഞ വളയാണ് ഈ ഒരു സാധനം. കൈ നിറച്ചിടുകയും ചെയ്യാൻ വില ഉണ്ടാവില്ല. ആദ്യമൊക്കെ ഇത് തന്നെയാണ് കേട്ടോ അധികം ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് നോക്കിയതാ. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അത് വേണ്ട. നമ്മുടെ ഇക്കാക്ക അതിൻ്റെ മുന്നേ പറയുന്നത് വേണ്ട 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 അവിടെ വെക്ക് എന്ന്. കണ്ടോ, എല്ലാം അവിടെ വെച്ചു. കാണുമ്പോൾ ഒരു രസം. അങ്ങനെ നമ്മളതൊക്കെ ഓരോന്ന് നോക്കി. അയാൾ നല്ലപോലെ വെച്ചതായിരുന്നു ആ ബോക്സിൽ. നമ്മൾ എടുത്ത് നോക്കിയപ്പോൾ പിന്നെ വേറെ ഒന്നും കൊള്ളാതായി. എന്താ സംഭവം എന്ന് വെച്ചാൽ വലിയ വളൻ്റെ ഉള്ളിൽ ചെറിയ വള അങ്ങനെയായിരുന്നു അയാൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ അതിനൊക്കെ എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് ആ ബോക്സ് അടച്ചു കൊടുത്തു. തൊട്ടത് വേണ്ടിയിരുന്നില്ല എന്നായിട്ടോ. അപ്പോഴാണ് നമ്മൾ ഇത് ചകിരി കണ്ടത്. ഇത് ഫുള്ളായിട്ട് വാങ്ങാമെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു 120 രൂപ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു 120 രൂപയ്ക്ക് ഫുള്ളായിട്ടൊന്നും വേണ്ട. അപ്പോൾ 60 രൂപയ്ക്ക് പകുതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 40 രൂപയ്ക്ക് 5 എണ്ണം തന്നാൽ മതി എന്ന്. അങ്ങനെ ഞാൻ 40 രൂപയ്ക്ക് 5 എണ്ണം വാങ്ങിയിട്ടോ. എന്തെങ്കിലും ഒന്ന് തർക്കിച്ച് വാങ്ങിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. ഇത് ഒരെണ്ണം അയാൾ 20 രൂപയ്ക്കൊക്കെ കൊടുക്കുന്നതാണ് കേട്ടോ. ഒന്നിച്ച് കൊടുക്കാൻ പറഞ്ഞപ്പോൾ 120 ആക്കി. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 60 അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു 6 എണ്ണം വേണ്ട, 5 എണ്ണം മതി, 40 രൂപയ്ക്ക് തരുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ തന്നു. 40 രൂപയ്ക്ക് 5 എണ്ണം തന്നു. അങ്ങനെ നമ്മളൊരു 3-4 ഐറ്റമൊക്കെ വാങ്ങിയിട്ടോ. ചകിരി വാങ്ങി, കുപ്പമുറം വാങ്ങി, സ്ലൈഡ് വാങ്ങി, കത്തി വാങ്ങി, റിയാക്ക് ക്രാബ് വാങ്ങി. പിന്നെ ഇങ്ങനെ 1 2 3 അങ്ങനെയൊക്കെ നോക്കി എടുത്ത് അവിടെ വെച്ച് അങ്ങനെ ആയിട്ട് ഒരു 10 മിനിറ്റും കൂടെ ഇരുന്നു. പിന്നെ അപ്പോഴേക്കും നമ്മുടെ ഇക്കാക്കും മതിയായി. നീ വെറുതെ ഓരോന്ന് വലിച്ചിടണം നോക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്നിട്ടോ. അപ്പോൾ അപ്പുറത്തെ ഇളാമ വന്ന് അവരും എന്തോ 1-2 സാധനം വാങ്ങി. അങ്ങനെ അവർ പോയി. ഉള്ള സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, അത് ഈ ഐറ്റംസ് കൊണ്ടുവരുന്ന ആളെടുക്കും. അതേപോലെ മൊബൈൽ ഫോണുകൾ, ഉപയോഗിക്കാൻ പറ്റാത്ത മൊബൈൽ ഫോണുകളും ഇയാളെടുക്കും കേട്ടോ.
അങ്ങനെ ഒരു 5 മൊബൈൽ ഫോൺ കൊടുത്തപ്പോൾ 250 രൂപ എന്ന് പറഞ്ഞു. ആ 250 രൂപയ്ക്ക് നമ്മൾ എടുത്ത സാധനങ്ങളാണിത്. 250 രൂപയൊന്നും ആയിട്ടില്ല അതിന്. ബാക്കി 140 രൂപ നമുക്ക് കയ്യിൽ കിട്ടി കേട്ടോ.